in this video we can see another question or another model of questions which can be asked to solve. Okay, dy by dx of the form ax plus by plus c by ax plus like രണ്ട് ഫോമിലേക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ആക്ച്വലി നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ ഇത് ജനറലി സോൾവ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്: എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് എച്ച് എന്നും വൈ ഈക്വൽ ടു വൈ പ്ലസ് കെ എന്നും കൊടുക്കുക. പിന്നെ മനസ്സിലാക്കുക, സ്മോൾ എച്ച് ആൻഡ് ക്യാപിറ്റൽ എച്ച് രണ്ട് ഡിഫറെൻറ്റ് വേരിയബിൾസ് ആണ്. ഓക്കെ, സെയിം അല്ല. ഓക്കെ, പിന്നെ നമ്മൾ നേരത്തെ ഒരു മോഡൽ ചെയ്തില്ലേ, വൈ ഈക്വൽ ടു വി എക്സ് റെഡ്യൂസിബിൾ ഫോം, അതും ഈ മൂന്ന് കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളാണ് ഇങ്ങനത്തെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ വന്നാൽ ശ്രദ്ധിക്കേണ്ടത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എക്സ് പ്ലസ് 2y മൈനസ് 3 ബൈ 2x പ്ലസ് വൈ മൈനസ് 3. സോ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ദിസ് ഇസ് ഓഫ് ദിസ് ഫോം, റൈറ്റ്? അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, സ്മോൾ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് എച്ച് എന്നും വൈ ഇസ് ഈക്വൽ ടു വൈ പ്ലസ് കെ എന്നും കൊടുക്കാം. അതിനുശേഷം ഈ എക്സ് പ്ലസ് എച്ച് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ലൈക്ക് ഈ എക്സിനും വൈനും ഈ ക്വസ്റ്റ്യനിലുള്ള എക്സും വൈയും സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ദെൻ വി വോണ്ട് ടു ഡിറൈവ് ടു ഇക്വേഷൻസ് ടു സോൾവ് എച്ച് ആൻഡ് കെ. എച്ചും കെയിൻ്റെ വാല്യൂ നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കുക. അതാണ് നമ്മുടെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സോ ഞാൻ പറഞ്ഞ പോലെ എക്സിന് വൈന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടി. ഈ ഇക്വേഷനിൽ നിന്നും ഞാൻ എക്സും ക്യാപിറ്റൽ എക്സ് ആൻഡ് ക്യാപിറ്റൽ വൈ അവിടെ തന്നെ കിടക്കട്ടെ, ഞാൻ അതിനെ ടച്ച് കൂടി ചെയ്യുന്നില്ല. എച്ചും കെയും വേരിയബിളും എച്ചും കെ എന്ന് പറയുന്ന രണ്ട് വേരിയബിൾസ് ഉണ്ടല്ലോ, അത് രണ്ടും, പിന്നെ നമ്മുടെ കോൺസ്റ്റൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്. പിന്നെ മനസ്സിലാക്കുക, ദിസ് ഇക്വേഷൻ ഇസ് ഈക്വൽ ടു 0 എന്നാണ് മീനിങ്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഇപ്പോൾ ഞാൻ ഈ ഫസ്റ്റ് മുകളിലത്തെ എക്സിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും. എക്സ് അവിടെ നമ്മൾ കിടക്കുക എച്ച് പ്ലസ് 2k ഈക്വൽ ടു 3, ബിക്കോസ് ഇവിടെ -3 ആണ്, ഈക്വൽ ടു അപ്പുറത്ത് പോകുമ്പോൾ +3, അങ്ങനെയായിരിക്കും കിട്ടുന്നത്. ഇവിടെ നിന്ന് എടുക്കുന്ന സമയത്ത് 2h പ്ലസ് കെ ഈക്വൽ ടു 3. അപ്പോൾ നമുക്ക് അങ്ങനെ രണ്ട് ഇക്വേഷൻസ് കിട്ടി. അതിനുശേഷം നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിനെ അങ്ങ് സോൾവ് ചെയ്യണം. നിങ്ങൾക്ക് ലൈറ്റനിങ്ങിൻ്റെ ഇഷ്യൂസ് ഉണ്ടോ? ഇപ്പോൾ ബെറ്റർ ആയി എന്നാണ് വിചാരിക്കുന്നത് ലൈറ്റനിങ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് നമുക്ക് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എച്ചിനും കെയിനും വാല്യൂ കിട്ടും. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ 1 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, സോൾവ് ചെയ്യാനൊക്കെ അറിയാമല്ലോ. ജസ്റ്റ് സബ്ട്രാക്ട് അല്ലെങ്കിൽ ആഡ് ചെയ്ത് രണ്ട് ഇക്വേഷൻസ് തമ്മിൽ സോൾവ് ചെയ്തെടുത്തു. സോ നമുക്ക് ഫൈനലി നമുക്ക് ഇക്വേഷൻ എച്ചും കെയും 1 എന്ന് കിട്ടി. എച്ചിൻ്റെയും കെയിൻ്റെ വാല്യൂ നമ്മുടെ മെയിൻ ഇക്വേഷൻ dy ബൈ dx സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വേറൊരു ഇക്വേഷൻ കിട്ടും, എക്സ് പ്ലസ് 2y ബൈ 2x പ്ലസ് വൈ. ഇനി നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ഇക്വേഷൻ സോൾവ് ചെയ്യണം. ഓക്കെ, അതിനു വേണ്ടി എന്താണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പ്രോബ്ലം y ഈക്വൽ ടു വി എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. y ഈക്വൽ ടു വി എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് y ഈക്വൽ ടു വി എക്സിന് ആദ്യം നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റ് ചെയ്യണം. ഡെറിവേറ്റ് ചെയ്തതിന് ശേഷം ആ dy ബൈ ഡി എക്സിനെ കൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യനിലെ dy ബൈ ഡി എക്സ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങളിപ്പോൾ ഇതിൽ മേ ബി ഈ സ്റ്റെപ്പ് വരെ ചെയ്യും. ഡൗട്ടുണ്ടോ ഇതിൽ? വി പ്ലസ് എക്സ് ഡി വിയിൽ ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടിയ dy ബൈ ഡി എക്സ് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കോമൺ ആയിട്ട് എക്സ് എടുത്ത് ക്യാൻസൽ ഔട്ട് ചെയ്തു. ഇനി നമുക്ക് ഈ ഇക്വേഷൻ സോൾവ് ചെയ്യണമെങ്കിൽ ആദ്യം മുമ്പ് ചെയ്ത പോലെ ബിന് ഇപ്പുറത്ത് കൊണ്ടുവരാൻ സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പ് വരെ എത്തും. എക്സ് ഡി വി ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 1 മൈനസ് വി സ്ക്വയർ ബൈ. ഇനി ഇതിനെ വേരിയബിൾ സെപ്പറബിൾ ഫോമിലാക്കണം. അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ലൈക്ക് ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് അങ്ങോട്ട് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ആ ഒരു ബേസിക് കോൺസെപ്റ്റ് വെച്ച് നമ്മൾ ഇതിൻ്റെ വേരിയബിൾ സെപ്പറബിൾ ഫോമിലാക്കി. വേരിയബിൾ സെപ്പറബിൾ ഫോമിലാക്കിയതിന് ശേഷമാണ് ഇതിനെ നമുക്ക് എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. 2 പ്ലസ് വി ബൈ 1 മൈനസ് വി സ്ക്വയർ. അത് ആക്ച്വലി ഒരു ടാസ്ക്കാണ്. ഓക്കെ, ഇതിനെ ഡെറിവേറ്റ് ചെയ്യുന്ന അവിടെ വച്ചാണ് പല കുട്ടികളും സ്റ്റക്ക് ആവുന്നത്. വേറെ ഒന്നും സ്റ്റക്ക് ആവേണ്ട ആവശ്യമില്ല. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന മെത്തേഡ് പാർഷ്യൽ ഫ്രാക്ഷൻ. ഓക്കെ, മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ. അതായത് ദിസ് ഇസ് ഓഫ് ദി ഫോം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലേ? സോ അതിന് നമുക്ക് എങ്ങനെ എഴുതാം? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. പാർഷ്യൽ ഫ്രാക്ഷൻ ബേസിക്കലി എങ്ങനെയാണ് ചെയ്യുന്നത്? പാർഷ്യൽ ഫ്രാക്ഷൻ എന്ന് പറയേണ്ട ആവശ്യമില്ല ആക്ച്വലി ഇവിടെ നമുക്ക്. കാരണം ഇവിടെ ഇതിനെ ഡിനോമിനേറ്ററിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് നമ്മുടെ ബേസിക് ഇക്വേഷൻ വെച്ച് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുവാണ്. 1 പ്ലസ് വി സ്ക്വയർ ഇൻറ്റു 1 മൈനസ് വി സ്ക്വയർ. അതിനുശേഷം വേരിയബിൾ സെപ്പറബിൾ ഫോം നോക്കണം. ഓക്കെ, സോ എ എന്ന് പറയുന്നത് ഇവിടെ 2 മൈനസ്
വി ആണ്. ഇതിൽ നിന്ന് നമുക്ക് നമ്മുടെ ഇക്വേഷൻ ഈസ് ഓഫ് ദി ഫോം a/1 + b/, അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും 2v+, അതായത് ഇനി എന്താണ് ചെയ്യുന്നത്, നമ്മളിവിടെ a × 1 - v, കാരണം എയുടെ ഡിനോമിനേറ്റർ 1 + v ആണ്, അപ്പോൾ അതിൻ്റെ കൂടെ ഇൻറ്റു ചെയ്യുന്നത് ഓപ്പോസിറ്റ് തിങ്. അതുപോലെ ബിയുടെ കൂടെ അങ്ങനെ v = 1 കൊടുക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ഏതെങ്കിലും ഒന്നിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയാൽ ദി അതറുടെ കിട്ടും. സോ v = 1 കൊടുക്കുമ്പോൾ ബിയുടെ വാല്യൂ കിട്ടും, v = -1 വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് എയുടെ വാല്യൂ കിട്ടും. എയുടെയും ബിയുടെയും വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മേജർ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതാണ് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിനുശേഷം അതിനെ കൊണ്ടുവന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഓക്കെ, ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലോഗ് ടേംസിൽ കിട്ടും. ഇനി ഈ ലോഗ് ടേംസിൽ നിന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കുന്ന പാടേ ഉള്ളൂ. സോ ഇറ്റ് വിൽ ബി ലൈക്ക് മൈനസ് ഉള്ളതുകൊണ്ട് ഡിവൈഡഡ് ഫോമിൽ എഴുതി, ഇവിടെ പ്ലസ് ലെഫ്റ്റ് സൈഡിൽ പ്ലസ് ആയതുകൊണ്ട് ഇൻറ്റു ഫോമിൽ എഴുതി. അതിനുശേഷം ഇതിന് സോൾവ് ഇതുവരെ ഇട്ടാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടുമെന്ന് വെച്ചാൽ ലൈക്ക് വി നമ്മൾ ഒരു വാല്യൂ കൊടുത്തില്ല, അപ്പോൾ അതിന് പകരം y ഇട്ട് കൊടുക്കാം. നമുക്ക് ബാക്കി ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ പക്ഷേ ബെറ്റർ യു ഡു ദി റിമൈനിങ് ഓൾസോ. സ്ക്വയർ ചെയ്യുവാണ്, കാരണം ഈ റൂട്ടിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ രണ്ട് സൈഡും സ്ക്വയർ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുന്നതാണ് ബാക്കിയുള്ള സ്റ്റെപ്സ്. ഫൈനലി വി വിൽ ബി ഗെറ്റിംഗ് ദാറ്റ് x + y = c² × x - y³. ഇനി നമുക്ക് സിയുടെ വാല്യൂ സിന് വാല്യൂ ഇല്ല. x + y = c² × x - y. സിംപ്ലിഫിക്കേഷൻ ആണ് ബാക്കിയുള്ള സ്റ്റെപ്സ്. വേറെ സംഭവങ്ങളൊന്നുമില്ല. വൈയുടെയും വിയുടെയും വാല്യൂ വിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, സിംപ്ലിഫൈ ചെയ്ത് ക്യാൻസൽ ഔട്ട് ചെയ്തെടുക്കുന്നു. ഫൈനൽ ആൻസർ കിട്ടുന്നത് x + y = c² × x - y³. ഓക്കെ, വേറൊരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോൾവ് dy/dx = ദിസ്. ഈ സെയിം ഫോമിൽ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. വീഡിയോയുടെ കൂടെ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ അതുപോലെ അതേ മോഡൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ 2 ക്വസ്റ്റ്യൻസ് ചെയ്ത് ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. കിട്ടിയെങ്കിൽ ഇല്ല, ഡൗട്ട് ഉണ്ടെങ്കിൽ വി ക്യാൻ ഡു ദാറ്റ് വീഡിയോ ഓൾസോ. സോ അതിനാണ് ഞാൻ ചോദിക്കുന്നത് കിട്ടിയോ. ഇനി ഞാൻ വേറൊരു ക്വസ്റ്റ്യനും കൂടെ ഞാൻ നിങ്ങൾക്ക് തരാം. സെയിം മോഡലാണ്. This is the question. Solve x + 2y - 3 × dy = 2x - y + 1 × dx. ഈ 2 ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കാം. കിട്ടിയില്ലെങ്കിൽ പറയും, നമ്മൾക്ക് ചെയ്യാം. അടുത്തൊരു പുതിയ സെക്ഷനാണ് ലീനിയർ ഇക്വേഷൻസ് ഓഫ് ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, ഹോമോജീനസ്, നോൺ ഹോമോജീനസ്. അത് വരുന്ന ഒരു സെക്ഷനാണ്. അത് വി ക്യാൻ സീ ഇൻ എ നെക്സ്റ്റ് സെപ്പറേറ്റ് വീഡിയോ. സോ ജനറലി ഞാനിപ്പോൾ ഈ ചാപ്റ്ററിൽ 2 ടൈപ്പ് ക്വസ്റ്റ്യൻസേ പറഞ്ഞിട്ടുള്ളൂ. വേരിയബിൾ സെപ്പറബിൾ ഫോം ഓഫ് ദിസ് mx dx = ny dy, ഈ ഫോമിൽ വരുന്ന ക്വസ്റ്റ്യൻസ്. അതുപോലെ തന്നെ റെഡ്യൂസബിൾ സെപ്പറബിൾ ഫോം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യനും പറഞ്ഞു, പുട്ടിംഗ് y = vx. പിന്നെ നമ്മളിപ്പോൾ കുറച്ച് മുന്നേ റെഡ്യൂസബിൾ ഫോമിൽ വരുന്ന ഇങ്ങനത്തെ ടൈപ്പ് ഫോംസ് ഓഫ് ഇക്വേഷൻസും പറഞ്ഞു. ഇതിൽ essay ക്വസ്റ്റ്യൻ ഇപ്പം ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് 15 മാർക്കിന് essay ചോദിക്കുന്നുണ്ടെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനത്തെ ടൈപ്പ് ആയിരിക്കും. ഓക്കെ, താങ്ക് യു.